കോഴിക്കോട്ടുകാരെ ആവശ്യത്തിലാഴ്ത്തി എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി രമേശിന്റെ റോഡ് ഷോയും തിരഞ്ഞെടുപ്പ് കൺവെൻഷനും 2026 ഏത് സർക്കാർ ഉണ്ടാവണമെന്ന് ബി.ജെ.പി തീരുമാനിക്കുമെന്നും 2029 കേരളത്തിൽ ബി.ജെ.പി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പി.സി ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായ ഭാഷയിലാണ് പി.സി ജോർജ് വിമർശിച്ചത്. കോഴിക്കോടിനെ ആവേശക്കൊടുമുടിയിലെത്തിച്ചായിരുന്നു എം.ടി രമേശിന്റെ റോഡ് ഷോ. മുതലക്കുളം മൈതാനിയിൽ വെച്ച് നടന്ന എൻ.ഡി.എ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പി.സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വോട്ട് ചെയ്ത് രക്ഷപ്പെടാം എന്ന് ശ്രമിക്കണ്ട. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും മുഴുവനെല്ലാം നിങ്ങളുടെ അയൽവാസികളും മുഴുവനെല്ലാം നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ, ഫോണിലൂടെ സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ, കൈകൊണ്ടും കാലുകൊണ്ട് വാങ്ങിയും കാണി സ്വാധീനിക്കാൻ കഴിയുന്ന ആരൊക്കെയുണ്ടോ അവരെ കൊണ്ടെല്ലാം ശ്രീ രമേശിന് അനുകൂലമായി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കാൻ നിങ്ങൾ സന്മനസ് പ്രകടിപ്പിക്കണമെന്ന് വിനയപരിശ്രമം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായ ഭാഷയിലാണ് പി.സി ജോർജ് വിമർശിച്ചത്. വന്നിപ്പോ ഒരു വെള്ളത്തിൽ ചാടി നിൽക്കുക പിണറായി, രക്ഷപ്പെടുകയല്ല, എഴുതിയിട്ടോ, ഒരു മാർഗമില്ല രക്ഷപ്പെടാൻ. എന്താന്ന് ചോദിച്ചാൽ പറ്റിയെന്താന്നറിയോ, ഈ ഏത് കള്ളത്തരം കാണിച്ച് ഒരു തവണ പിളുത്തം വീഴുമല്ലോ, ഒരു സംശയം വേണ്ട. ഞാനിവിടെ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു, അധികം താമസിയാതെ പിണറായിയുടെ മകളും ബന്ധുക്കളും സെൻട്രൽ ജയിലിൽ കിടക്കും, ഒരു സംശയം വേണ്ട. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ടും അതിഥികളാലും ശ്രദ്ധേയമായി. ഇത്തവണ കോഴിക്കോട് വിജയിക്കുക എം.ടി രമേശ് ആയിരിക്കുമെന്നും ജനങ്ങളും ആവർത്തിച്ചു പറയുന്നു. ജനം, കോഴിക്കോട്.